നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ഉടനെ തുടങ്ങുന്ന ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള കൃത്യമായ ഡീറ്റെയിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ് എപ്പോൾ തുടങ്ങും, ഏത് സമയത്ത് തുടങ്ങും, ഏത് ഡേറ്റിന് തുടങ്ങും എന്നുള്ളത് കൃത്യമായിട്ട് ഈ വീഡിയോക്ക് മുമ്പോ പിമ്പോ ഉള്ള കൃത്യമായ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കും. അതിനുശേഷം മാത്രം ഇത് കാണുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ വന്നിട്ട് നമ്മുടെ ക്ലാസ്സുകളുടെ രീതി ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതായത് ക്ലാസ്സിൻ്റെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് കൃത്യമായിട്ട് മെൻറ്ററിങ് അല്ലെങ്കിൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഹെൽത്ത് ക്ലാസ്സുകളായിരിക്കും. അതിനുശേഷമുള്ള ഒരു 30 മിനിറ്റ് നല്ല ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ആദ്യത്തെ ദിവസങ്ങൾ വളരെ വളരെ സിമ്പിൾ, അത് ഏത് പ്രായക്കാർക്കും അനായാസം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ട് എക്സസൈസുകൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഏത് പ്രായക്കാർ ഈസിയായി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കി നമ്മുടെ ക്ലാസ്സുകൾ 10 ദിവസം തുടർച്ചയായി യാതൊരു മുടക്കമില്ലാതെ ഇപ്പോൾ ശനിയോ ഞായറോ ഒരു മുടക്കമില്ലാതെ തുടർച്ചയായി 10 ദിവസം കണ്ടിന്യൂസ് ക്ലാസ് നടക്കും. ഓരോ ദിവസത്തിനും ഓരോ തീമുകളായിരിക്കും. ആ തീമിൽ കൃത്യമായി ഓരോന്നും കൃത്യമായി പരിചയപ്പെടുത്തി തരാൻ ശ്രദ്ധിക്കുക. ക്ലാസിന്റെ തീമുകൾ വന്നിട്ട് ആദ്യത്തെ ദിവസം ഡേ 1 എന്നുള്ളത് ഇഗ്നൈറ്റ് മോട്ടിവേഷൻ ഉണ്ട്. അതായത് പൊതുവേ നമ്മുടെ ഈ ബാച്ചിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ബാച്ചിൽ മുഴുവനും ലേഡീസ് മാത്രം, ലേഡീസ് ഓൺലി ബാച്ചാണ് ഇത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള മലയാളികളായിട്ടുള്ള ലേഡീസിന് മാത്രമായിട്ടുള്ള ബാച്ചാണ്. ഇത് ഒന്നാമത്തെ ഇഗ്നൈറ്റ് മോട്ടിവേഷൻ ഡേ എന്നാൽ മോട്ടിവേഷൻ, കൃത്യമായിട്ട് മോട്ടിവേഷൻ. കാരണം മിക്ക സ്ത്രീകളും ഈ മെലിയാതിരിക്കാനുള്ള കാരണം അവർ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഒരിക്കലും മെലിയില്ല, എന്നെക്കൊണ്ട് മെലിയാൻ സാധിക്കില്ല എന്നൊരു പ്രത്യേക മൈൻഡ് സെറ്റിലേക്ക് നിൽക്കുന്ന സ്ത്രീകളുണ്ടായിരിക്കും. അവരെന്ത് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാകും. ഏതൊരാൾക്കും നോക്കി ഈ ചാട്ടം കണ്ട ചിത്രം ഒരു ചേഞ്ച്, ഒരു നമ്മൾ നിൽക്കുന്ന ഈ നമ്മളുടെ കംഫർട്ട് ഈ മേഖലയിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സസൈസ് ചെയ്യാം, ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കൃത്യമായിട്ട് റിസൾട്ട് കിട്ടും. അത് കൃത്യമായിട്ടൊരു മോട്ടിവേഷൻ്റെ ആയിരിക്കും ഒന്നാമത്തെ ദിവസത്തെ മോട്ടിവേഷൻ ക്ലാസ്. ഈ ഒന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞു ആദ്യത്തെ 15 മിനിറ്റ് മോട്ടിവേഷൻ ക്ലാസ്. ഇത് 15 മിനിറ്റ് ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. പിന്നെ അതിനുശേഷം 30 മിനിറ്റ് എക്സസൈസ് ഉണ്ടായിരിക്കും. ഇത് ഒന്നാമത്തെ ദിവസം. ഈ രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് ഡേ 2 ബെല്ലി ഫാറ്റ് ബേണിംഗ് ബൂസ്റ്റ്. അതായത് നമുക്കറിയാം മിക്ക ആളുകളുടെ പ്രശ്നം വയറ് കൂടുതലായിരിക്കും. ഈ വയറ് കൂടുതലായി വയറ് നല്ല കട്ടിയിലായിരിക്കും. ഈ വയറ് കട്ടിക്കുള്ള കാരണം എന്താണ്? അത് കൃത്യമായിട്ട് കൊഴുപ്പ് അടിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഈ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു വീഡിയോയുടെ സഹായത്തോടെ വളരെ പക്ക പ്രൊഫഷണൽ ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം എങ്ങനെ നമ്മുടെ ശരീരത്തിൽ തടി കൂടുമ്പോൾ ഉണ്ടാകുന്ന കൊഴുപ്പിനെ ഏത് ഭാഗത്ത് അടിഞ്ഞു കൂടും കൃത്യമായിട്ട് വീഡിയോയിലൂടെ അത് സമർപ്പിക്കുന്ന ക്ലാസ് ആയിരിക്കും രണ്ടാമത്തെ ദിവസം ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ ദിവസം ഉണ്ടായിരിക്കുക ഷുഗർ കട്ട് ആൻഡ് ക്രാവിംഗ് കൺട്രോൾ ഡേ. അതായത് നമ്മുടെ ഈ പൊണ്ണത്തടീൻ്റെ പ്രധാന കാരണം പഞ്ചസാരൻ്റെ ഉൽപ്പന്നങ്ങളാണ്. പഞ്ചസാര, മധുരത്തിൽ ഒരുപാട് മധുരം അല്ലെങ്കിൽ കൊക്കക്കോള, 7up പോലത്തെ കുടിക്കുന്നുണ്ട്, അതുപോലത്തെ ബേക്കറി വസ്തുക്കൾ കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് മധുരം നമ്മുടെ ബോഡി കയറുന്നുണ്ട്. അപ്പോൾ ഈ മധുരം ഈ കമ്മ്യൂണിറ്റി വരുന്ന ആളുകളെ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ മധുരത്തിൽ നിന്ന് 100% ഷുഗർ ഫ്രീ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ കഴിയും. അത് കൃത്യമായിട്ട് സയൻറ്റിഫിക് ക്ലാസ്സുകൾ നൽകും. ഷുഗർ പെട്ടെന്ന് മാറ്റാൻ കഴിയും. അതിനൊരു പ്രത്യേക മാനസികാവസ്ഥ ഉണ്ട്. ആ മാനസിക അവസ്ഥ മാറ്റുള്ള കൃത്യമായിട്ട് ക്ലാസ്സുകൾ നൽകുന്നൊരു വളരെ സുപ്രധാനമായ ക്ലാസ് ആയിരിക്കും ഈ മൂന്നാമത്തെ ദിവസം നടക്കുക. ഈ നാലാമത്തെ ദിവസം നടക്കുന്നത് പോസ്റ്റ് ഡെലിവറി ഷേപ്പ് അപ്പ്. അതായത് ഈ ഇരിക്കുന്ന മിക്ക അമ്മമാരും ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ സമയം നല്ല സ്ലിം ആയിരിക്കും, നല്ല ബോഡി ഷേപ്പ് ആളുകളായിരിക്കാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും, പ്രസവിച്ചതിന് ശേഷം ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ടായിരിക്കും മിക്ക ആളുകളും തടി കൂടിയിട്ടുണ്ടായിരിക്കുക. അതിനെക്കുറിച്ച് വ്യക്തമായ ശാസ്ത്രീയമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ മലയാളികൾ ചെയ്യുന്ന ഈ പ്രസവാനന്തര ഭക്ഷണ രീതി പൊട്ടത്തരത്തിലുള്ള ഈ പ്രസവാനന്തര ഭക്ഷണ രീതി എന്നുള്ളൊരു പൊട്ടത്തരാണ്. അതായത് 40 ദിവസം പലതരത്തിലുള്ള ഭക്ഷണങ്ങളും നെയ്യും പലതരത്തിൽ ഹെവി ഭക്ഷണം കൊടുത്ത് പൊണ്ണത്തടിയിലേക്ക് മാറ്റുന്ന ഒരു രീതിയാണ് മലയാളികൾക്കിടയിൽ കാണുന്നത്. ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ക്ലാസ് ആയിരിക്കും ഡേ 4 ഉണ്ടായിരിക്കുക. പിന്നെ ഡേ 5 നമ്മൾ ഈ സ്ത്രീകളെ വയറ് ചാടാൻ പ്രധാന കാരണം ബെൽറ്റുകൾ ഉപയോഗിക്കാത്ത പ്രശ്നം. വയറ് ചാടുന്നതിനെ നിയന്ത്രിക്കുന്ന ഒരുപാട് ബെൽറ്റുകളുണ്ട്. ആധുനിക കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരുപാട് ഷേപ്പ്നറുകളും ബെൽറ്റുകളൊക്കെ, ആ ബെൽറ്റിനെ കുറിച്ചുള്ള ക്ലാസ് ആയിരിക്കും ഡേ 5 ഉണ്ടായിരിക്കുക. പിന്നെ ഡേ 6 BMI എന്ന് പറഞ്ഞാൽ ഒരു രൂപരേഖ. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു പ്രത്യേക ഒരു കണക്ക് നോക്കുന്നതാണ്. ആ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളെ വയസ്സിനനുസരിച്ച് നിങ്ങൾ പൊണ്ണത്തടിയിലാണോ, അത് നിങ്ങൾ പാകത്തെ തടിയാണോ, അതോ നിങ്ങൾ മെലിഞ്ഞ, നിങ്ങളെ തടി നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും. കൃത്യമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഡേ 6 വരുന്ന 15 മിനിറ്റ് ക്ലാസ് ഉണ്ടായിരിക്കാം. പിന്നെ ഡേ 7 നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആളുകൾക്ക് നമ്മൾ സന്തൂർമ മീൻ വരെ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരിക്കാം.
വളരെ പ്രായം കുറവ് തോന്നി. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ സന്തൂർ മമ്മി ആവാം. അതിലിപ്പോൾ ടെക്നിക്കലുണ്ട്. ടെക്നിക്ക് ഇത്രേ ഉള്ളൂ. ഫുഡുകളുണ്ട്. ചില ഫുഡ് നിയന്ത്രിക്കുക, പിന്നെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, മനസ്സിന് ഒരുപാട് പ്രാക്ടീസുകൾ, അതിനെക്കുറിച്ചൊരു ക്ലാസ് ആയിരിക്കും ഡേ 7 ഉണ്ടായിരിക്കുക. ഇപ്പൊ ഡേ 8 പില്ലേഴ്സ് ഓഫ് ഫിറ്റ്നസ് മാസ്റ്റർ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്ലാസ്സാണ്. ഇത് ഒരു 5 പില്ലേഴ്സ് ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് നിർദ്ദേശം നൽകുന്നതായിരിക്കും. പിന്നെ ഉണ്ടായിരിക്കുക ഡേ 9 ഒബേസിറ്റി ആൻഡ് ബോഡി ടോണിങ്. ബോഡി ടോണിങ് നമുക്കറിയാം, ഒരു 10 ദിവസം കൊണ്ട് തന്നെ മോശമില്ലാത്ത ഒരു നമ്മുടെ ബോഡിയിൽ ഒരു ലൂസ്, ടോട്ടലി ലൂസ് വരികയും പലതരത്തിലും മാറ്റങ്ങൾ 10 ദിവസം കൊണ്ട് വരും. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ക്ലാസ്. 10ാമത്തെ ദിവസം, ഈ 10 ദിവസം ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുത്ത ആൾക്ക് പ്രത്യേക ഗിഫ്റ്റുകൾ ഉണ്ടായിരിക്കും. ചോദിക്കാം, പലരും ഈ ക്ലാസ് വരുന്ന ആളുകൾ എന്ത് ചെയ്യണം, കമ്പൽസറി ആണ്, കൃത്യമായിട്ട് എന്ത് വേണം, കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസം ഫുൾ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾ പ്രത്യേക ഒരു ഗിഫ്റ്റ് നൽകുന്നതായിരിക്കും 10ാമത്തെ ദിവസം ഉണ്ടായിരിക്കുക. ഇതാണ് ഈ 10 ദിവസത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഡീറ്റെയിൽ ഉള്ളത്. ഒരു ശ്രദ്ധിക്കണം, നമ്മുടെ ഈ 10 ദിവസത്തെ ക്ലാസ് നടക്കുക സൂം എന്ന പ്ലാറ്റ്ഫോമിലൂടെ ലൈവ് ക്ലാസ്സുകളായി നടക്കണ്ടായിരിക്കുക. അപ്പോൾ ഈ സൂമിന്റെ പ്രത്യേകത, ഈ സൂം ചില ആളുകൾക്ക്, ഞാൻ ചിലർ കാണാറില്ല, ചില ബാച്ചിലൊക്കെ സൂമിൽ പലർക്കും കയറാൻ സാധിക്കാറില്ല. അതായത് ഈ സൂമിൽ കയറണമെങ്കിൽ നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ സൂം എന്നുള്ള ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. മാത്രമല്ല, ഫോണിന് അത്യാവശ്യം സ്പേസ്, അനാവശ്യ ആപ്പിലൊക്കെ ഡിലീറ്റ് ചെയ്ത് അത്യാവശ്യം സ്പേസ് കാലിയാക്കി വെക്കണം. അപ്പോൾ കൃത്യമായിട്ട് സൂം എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ ക്ലാസ്സിൽ കയറാൻ സാധിക്കില്ല. അത് എന്ത് ചെയ്യുക, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യുക. അത് നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ സ്കൂളോ കോളേജിലോ പഠിക്കുന്ന ന്യൂജൻ മക്കളെ കൂടെ അത് ചെയ്യിക്കുക. അത് മിക്കവാറും വീട്ടമ്മമാരെ ഇത് ചെയ്യുക. വീട്ടമ്മമാർക്ക് ടെക്നിക്കലായി ചില അറിവ് കമ്മി വരാം. അപ്പോൾ അമ്മമാർ ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന മക്കളെ കൊണ്ട് നിങ്ങൾ ഫോണിൽ കൃത്യമായിട്ട് സൂം എന്നുള്ള ആപ്പ് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുക. അത് ഇമെയിൽ വെച്ച് കണക്ട് ചെയ്യുക. പിന്നെ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആപ്പുകളൊക്കെ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് കുറച്ച് സ്പേസ് അത് റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് റേഞ്ചുള്ള സ്ഥലത്ത് നിൽക്കുകയും ചെയ്യാം. ഇതാണ് ചെയ്യേണ്ട ഒരു കാര്യം. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ 10 ദിവസം ക്ലാസ് വളരെ സീരിയസ് ആയിട്ട് ക്ലാസ്സിലായിരുന്നു. ഇത് വളരെ സീരിയസ് ആയിട്ട് ആളുകൾക്കുള്ള ക്ലാസ്, തമാശക്കാർക്കുള്ള ക്ലാസ് അല്ല. ഞാൻ പറയാൻ കാരണം, ചില മലയാളികളുടെ മാനസികാവസ്ഥ വെറുതെ ഒന്നിങ്ങനെ പാളി വെക്കും, എന്താ അവിടെ നടക്കുന്നത് ഇങ്ങനെ അറിയാൻ വേണ്ടി. അങ്ങനത്തെ ആളുകൾക്കുള്ള ക്ലാസ് അല്ലത്. ഇത് ആത്മാർത്ഥമായിട്ട് ശരീരഭാരം കുറക്കാനുള്ള ആളുകൾ മാത്രമുള്ള എന്താണ് ക്ലാസ്സാണ്. ഇത് ലേഡീസ് ഒള്ളി ബാച്ചാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത്, എല്ലാ ദിവസവും അറ്റൻഡൻസ് എടുക്കും. അറ്റൻഡൻസ് നമ്മൾ ചെയ്യുക, ഗൂഗിൾ ഫോം മുഖേന ഓൺലൈൻ അറ്റൻഡൻസ് എടുക്കുക. അപ്പോൾ ഓരോ ദിവസവും അറ്റൻഡൻസ് കൃത്യമായി മാർക്ക് ചെയ്ത ആളുകൾ മാത്രമേ ഉള്ളൂ അടുത്ത ദിവസം ലിങ്ക് നൽകുക. ആ രീതിയിലെ ക്ലാസ്സിൽ പോവുക. അല്ലാതെ സൗകര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും വരിക എപ്പോഴെങ്കിലും പോവുക, ആ രീതിയിൽ ആളുകൾ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. പിന്നെ വേണ്ടത്, പിന്നെ കൃത്യസമയത്ത് ക്ലാസ്സിൽ പങ്കെടുക്കുകയാണ്. അതായത് ചിലരെന്ത് ചെയ്യും, ഈ ഞാൻ പറഞ്ഞ ആദ്യത്തെ 15 മിനിറ്റ് മോട്ടിവേഷൻ ക്ലാസ് ആയിരിക്കും, പിന്നെ ഒരു 30 മിനിറ്റ് എക്സസൈസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ചിലരെന്ത് ചെയ്യും, മോട്ടിവേഷൻ ക്ലാസ് സ്കിപ്പ് ചെയ്യും, എക്സസൈസിന് മാത്രം വരും. അങ്ങനത്തെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യില്ല. അതായത് കൃത്യസമയത്ത് ക്ലാസ്സിൽ വരണം. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് കയറുന്ന ലിങ്ക് നിങ്ങൾ ഡീആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് അച്ചടക്കത്തോടെ, കാരണം ഈ അച്ചടക്കം ഉണ്ടെങ്കിൽ മാത്രമുള്ള ഒരു റിസൾട്ട് കിട്ടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലാതെ ആരെങ്കിലും കഴിഞ്ഞ സമയത്ത് വരുന്ന സമയത്ത് അങ്ങനെ അതൊന്നും നടക്കില്ല. കൃത്യമായിട്ട് അച്ചടക്കം ഉണ്ടെങ്കിൽ മാത്രമുള്ളൂ കൃത്യമായിട്ട് റിസൾട്ട് കിട്ടുക എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റി കൃത്യമായിട്ട് അച്ചടക്കത്തോടെ മാത്രമേ ഞാൻ കൊണ്ടുപോകില്ല ഉള്ളൂ. പിന്നെ ചെയ്യേണ്ടത്, ഈ ഞാൻ പറഞ്ഞ 10 ദിവസം നിർബന്ധമായി വരുന്ന ആളുകൾ, സീരിയസ് ആയിട്ടുള്ള ആളുകൾ മാത്രം വന്നാൽ മതി. തമാശക്കാർ വരണ്ട, ഇവിടെ എന്താ നോക്കണത് കാണാൻ വരുന്ന ഒരാൾ ഇതിൽ വരണ്ട. കൃത്യമായിട്ട് ആത്മാർത്ഥമായി നിങ്ങൾക്ക് ശരീരഭാരം കുറയണം, വന്നോ, കൃത്യമായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, മുഴുവൻ ക്ലാസ്സിലും മുഴുവൻ സമയം നിങ്ങൾ പങ്കെടുക്കേണ്ടതും ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സൂമാണ്. ക്യാമറ ഞങ്ങൾ മിക്കവാറും ലോക്കാക്കിയാണ് വെക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തിൻ്റെ ആളുകളുള്ളതുകൊണ്ട് ക്യാമറ ലോക്കാക്കി വെക്കും. അപ്പോൾ എൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, എനിക്ക് എക്സസൈസ് ചെയ്യുന്ന കോച്ചിനെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങുന്ന ഇഷ്ടമുള്ള വേഷം ധരിച്ച് കൃത്യമായി എക്സസൈസ് ചെയ്യുക. നിങ്ങൾ ആർക്കും കാണാൻ കഴിയില്ല. എക്സസൈസ് ചെയ്യുന്ന കോച്ചിനെ എല്ലാവർക്കും കാണാൻ കഴിയുക രീതിയിൽ ഇത് ലോക്കാക്കി വെക്കുക ചെയ്യുക. കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആളുകൾ പങ്കെടുക്കുന്നതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്താ, ഈ എക്സസൈസ് ചെയ്യുന്ന സമയം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന എക്സസൈസിനെ കുറിച്ച് വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കണം. അതായത് നിങ്ങൾ ഹസ്ബൻഡിനോട് പറയണം. വീട്ടിൽ മുതിർന്ന ആളുകളുണ്ടെങ്കിൽ അമ്മയമ്മമാരുണ്ടെങ്കിൽ അമ്മമാരുണ്ടെങ്കിൽ അവരെ അറിയിക്കണം, മക്കളോട് അറിയിക്കണം. എങ്കിലും മാത്രമേ ഉള്ളൂ ഈ നിങ്ങളെ എക്സസൈസിന് സമയത്ത് നിങ്ങളെ വീട്ടിൽ നിന്ന് ഫ്രീ ആയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ പല സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു കൊടുക്കും, പല ആവശ്യങ്ങൾക്കും വിളിച്ചു കൊടുക്കും. അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീട്ടിലത്തെ എല്ലാ മെമ്പേഴ്സോടും നിങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു എക്സസൈസ് കമ്മ്യൂണിറ്റിയിൽ 10 ദിവസം ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന സമയം ഇന്ന സമയമൊക്കെയാണ്. അപ്പോൾ ഈ സമയത്ത് ഒരിക്കലും എന്നെ പ്രയാസപ്പെടുത്തരുത് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ പ്രയാസപ്പെടുത്തില്ല. അപ്പോൾ അത് എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത്, ഇത് ഞാൻ പറഞ്ഞ വളരെ ലേഡീസ് ഓൺലി ബാച്ച് ഞാൻ വീണ്ടും പറഞ്ഞു. പിന്നെ ഈ എക്സസൈസിന്റെ വലിയൊരു ഗെയിം എന്നുള്ളത് മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക. മൈൻഡ് സെറ്റ് നമ്മുടെ ചിന്തകൾ മാറ്റിയെടുക്കുക.
അതായത് എന്നെ കൊണ്ട് കഴിയും. ഞാനൊരു വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഞാൻ മെലിയുമെങ്കിലും മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കും. അതാണ് ഈ ക്ലാസ്സിന് ആദ്യത്തെ 15 മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ. കാരണം ഈ എക്സസൈസിൽ ഈ മെൻറ്ററിങ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടെങ്കിൽ മാത്രമുള്ള എക്സസൈസ് നടക്കുക. അതാണ് എൻ്റെ സമയം. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ നേരിട്ട് കാണാം. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ മുഴുവൻ എല്ലാവരും കൃത്യമായിട്ട് കേട്ടതിന് ശേഷം മാത്രം ക്ലാസ്സിൽ വരിക.